പ്രാക്ടീസ് അതിന് പോകണം. അതും പോയി അങ്ങനെ കുറേ വർഷം ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച് നിങ്ങളുടെ മോള് ഡോക്ടറായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഡിം ഇത് കാണാൻ ഇവിടെ ഉണ്ടാവില്ല, അങ്ങാവും. ഇപ്പൊ ഡോക്ടർ ആയവർ കിടന്ന് വെള്ളം കുടിക്കുക. അതായി നമ്മുടെ ലോലം വക്കീലിന്റെ മോള്. അത് നല്ലതല്ലേ? അവര് മറ്റേ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് പ്രസവം എടുക്കല. ആ കൊച്ചെന്ത് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ജോലി കിട്ടി. പക്ഷെ അതിന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല. അത് ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തിന്? അയ്യോ, അവിടെ പ്രസവം എടുക്കാൻ ഇച്ചിരി വൈകിപ്പോയ പ്രശ്നം, നേരത്തെ ആയിപ്പോയ പ്രശ്നം, നീ എന്തേലും കൈപ്പഴ പറ്റിപ്പോയോ അതിലേറെ പ്രശ്നം. കുറെ വിവരമില്ലാത്തവർ നടക്കല്ലേ പിച്ചാത്തിയും കൊണ്ട്. എന്തിനാണ് നിങ്ങളെ മോളെ വെറുതെ വല്ലോനും കുത്താനും കൊല്ലാനും വിട്ടുകൊടുക്കുന്നത്? സത്യമാണ്. ആലോചിക്കുക സത്യ. ഞാൻ പറഞ്ഞത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ ഇപ്പൊ എന്ത് കോഴ്സിന് ചേർക്കും നമ്മൾ പേര്? ഞാൻ ഒരു സംഭവം പറയാം. ഞാനൊരു കോഴ്സിന്റെ കാര്യം അങ്ങോട്ട് പറയാം. വേറെ വെളിയിൽ പോയി ആരടുത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങണേ ഉള്ളൂ സംഭവം. നല്ല ജോലി സാധ്യതയുള്ളതാണ്. സംഗതി ഒരു മെക്കാനിക്കൽ പണിയാണ്. മെക്കാനിക്കലോ? പെൺകുട്ടികളോ? എന്ത് കുഴപ്പമോ? അങ്ങനത്തെ നിസ്സാര കാര്യമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ റോബോട്ടുകളാണ് പരിപാടി നടത്തണം. റോബോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഹോസ്പിറ്റല് അവിടെ ഇവിടെ എല്ലായിടത്തും ഇപ്പൊ യന്ത്ര മനുഷ്യന്മാരാണ്. ഇനിയിപ്പോ ഈ പോകുന്നതാണ്ട ഈ തൊഴിലുറപ്പുണ്ട, ഇനി എവരെ ജോലി പോലും റോബോട്ടായിരിക്കും ചെയ്യണത്. എല്ലായിടത്തും റോബോട്ടായിരിക്കും. നമ്മളെ ഈ ഓരോ ആൾക്കാരുടെ കയ്യിൽ ഓരോ മൊബൈൽ ഫോണില്ലേ, അതുപോലെ ഓരോ വീട്ടിലും ഓരോ റോബോട്ട് ഉണ്ടാവും. മുക്കിന് റോബോട്ടായിരിക്കും. എന്താണ് ഇതിന് കോഴ്സ് ഉള്ളത്? അതിന്റെ കോഴ്സ് ഈ റോബോട്ട് മെക്കാനിസം ചെയ്യുന്ന കോഴ്സ്. എന്ത് വിഡ്ഢിത്തരമാണ് ഈ മന്മഥേട്ടൻ പറയണ? ഈ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പരിചയം ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മൊബൈൽ ഫോൺ നമ്മളെ നാട്ടിലിറങ്ങി നമ്മളെ കയ്യിൽ കിട്ടണതിന് മുമ്പ് ഈ മൊബൈൽ ഫോൺ സർവീസ് ചെയ്യണ ഏതെങ്കിലും മെക്കാനിക്കിനെ നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് കംപ്ലൈന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള പിള്ളേർ ഇത് പഠിക്കാൻ ഇറങ്ങിയത്. അതിനുശേഷമല്ലേ ഇപ്പൊ ഒരുപാട് മെക്കാനിക്കുമാർ വന്നത്. അതുപോലെ നോക്കിക്കോ, റോബോട്ടുകൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ അടുക്കി വരുമ്പോ ഇവിടെ തന്നെ നന്നാക്കാൻ ആൾ വേണ്ടി വരും. അതാണ് ഈ കടയിൽ ഒരു സാധനം മേടിക്കാൻ ആള് വരാത്ത, റോബോട്ട് വരേണ്ടി വരും ഇനി. അതെ, സത്യേട്ടൻ വരണ്ട, ഞാൻ ആ വഴിയാണ് അവിടെ വിട്ടു. സത്യം വേറൊരു കാര്യം പറയട്ടെ. സത്യ വേറൊരു കോഴ്സ് ഇവിടെ ഉണ്ട്, ഞാൻ അതും കൂടെ പറയാൻ വെച്ചിട്ട്. അവൻ പോട്ടെ, അവന് പിള്ളേരില്ലാത്തോണ്ട് അവന് പ്രശ്നമല്ല. അതായത് നമ്മുടെ ശൂന്യാകാശത്ത് കയറ്റിവിടുന്ന പേടകങ്ങളുണ്ടല്ലോ, അത് നന്നാക്കാനും ആളെ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത് നല്ല സാധ്യതയുള്ള കോഴ്സ്. അത് പഠിപ്പിക്കും. പാലില്ലാന്ന് പറഞ്ഞില്ല സത്യ. നീ ഒരു കാര്യം വൈകിട്ട് താണ്ട കൊണ്ടുവരണേ. അപ്പൊ നമുക്ക് വേറെ 1-2 കോഴ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നല്ലൊരു കുപ്പി വെള്ളം എടുത്തിട്ട് ഒറ്റ കുടിക്കല്. മന്മഥനെ ആ സ്റ്റൂളിൽ എടുത്തിട്ട് അകത്തിട്ടിട്ട് അതിലൊരു റോബോട്ടിനെ എടുത്ത് നീ പോയി ഫ്ലെക്സ് പറഞ്ഞിട്ടുള്ളൂ.